അനുമോളോട് അനീഷ് പറഞ്ഞ ആ ഒരു പ്രണയാഭ്യർത്ഥന, ആത്മാർത്ഥമായിട്ട് അനീഷിന് തോന്നിയ ആ ഒരു പ്രണയം, അത് അനുമോൾ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എടുത്തോ? അങ്ങനെ ഒരു സംസാരം ബിഗ് ബോസ് ഹൗസിലും അതുപോലെ തന്നെ ലാലേട്ടന്റെ മുന്നിൽ വരെ നടന്നിരിക്കുകയാണ്. ഷാനവാസ് ആണ് കാരണക്കാരൻ. ഷാനവാസ് ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞത് അതിനെ വരെ ഒരു ഗെയിം ആയിട്ട് കണ്ടോ, കംപ്ലീറ്റ്ലി 100% അനുമോൾ ഒരു ഗെയിമാണ്, ഗെയിമർ ആണ്, ബാക്കി എല്ലാം അനുമോളുടെ കാർഡുകളും അതിനകത്തൊരു സത്യസന്ധതയില്ല എന്നൊക്കെ ഇന്നലെ പറഞ്ഞ ആ കൂട്ടത്തിൽ അനീഷിന്റെ പ്രണയം വരെ ആ ഷാനവാസ് അവിടെ എടുത്തിട്ടു. അതിനുശേഷം ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷവും ഷാനവാസ് അക്ബറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന അനുമോള് അത് ലാലേട്ടൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോൾ ഒരുപാട് സംസാരിച്ചതുപോലെ തോന്നി, അനുമോൾ അതിനെ ഒരു ഗെയിം കാർഡാക്കി യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം അതിനകത്ത്. അതുപോലെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ആഴ്ച തുടങ്ങുന്നത് തന്നെ ഈ പറയുന്ന നമ്മുടെ അനുമോളും അതുപോലെ നൂറ, ആദില ഇവരുടെയൊക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ നൂറയും ആദിലയും പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള സംസാരങ്ങളും, പിന്നെ ഈ ഷാനവാസ് തുടക്കം തൊട്ടേ കുറച്ചധികം ഈ നമ്മുടെ അക്ബറുമായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ അനീഷ് വളരെ സ്മൂത്ത് ആയിട്ട് ഇപ്പം അനുമോളെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ വളരെ ഒരു എന്താ പറയാ ഗുഡായിട്ട് തന്നെ പോകുന്നുണ്ട്. അനുമോളോട് വന്നിട്ട് രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും അരിയാനുണ്ടോ എന്ന് വന്നിട്ട് അനുമോളോട് വന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അനുമോൾ അതിന് വളരെ മാന്യമായിട്ട് വളരെ നോർമലായിട്ട്, അതിനകത്തൊന്നും കൂടുതൽ എടുത്ത് പറയാനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുകയാണ്, സംസാരിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനിടയിൽ അവർക്ക് വന്നിട്ടുള്ള ഇന്നത്തെ ഫുഡ്, അതായത് അവരുടെ റേഷൻ വന്നു. ആ റേഷൻ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി കഴിക്കാൻ മാത്രമുള്ളതായിരുന്നില്ല, കുറെ അധികം സാധനങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു കൗണ്ട് വെച്ചിട്ട് അവരെല്ലാവരും ഗസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഈ ഒരാഴ്ച മിക്കവാറും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരും ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒരു സീൻ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും തന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാനവാസ് കൊളുത്തിയ ഒരു തിരി അവിടെ കിടപ്പുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഷാനവാസ് പറയുന്നു ഈ പറയുന്ന അനീഷിന്റെ പ്രണയാഭ്യർത്ഥന ഈ അനുമോള് അതിനെ ഒരു ഗെയിം സ്ട്രാറ്റജി ആക്കി എടുത്തു എന്ന്. പുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോൾക്ക് ഒരു PR ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എല്ലാവരും ഈ അനുമോളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അനുമോള് ബിഗ് ബോസ് ഹൗസിനകത്ത് കളിക്കുന്ന ആ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട്